വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് ഓടിക്കയറിയ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോ എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി ആക്കുമെന്നുള്ള വാഗ്ദാനത്തിലാണ് അങ്ങോട്ട് പോയതെന്നും പാലക്കാട് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോയ സന്ദീപിന്റെ അവസ്ഥ ഇപ്പോൾ തൃശങ്കുവിൽ, അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോ ഈ സന്ദീപ് വാര്യർക്ക് അണികളുടെ രോഷം കണക്കിലെടുത്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകണ്ട എന്ന് പറയുമ്പോഴും ലീഗും കൂടി അത് എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് സന്ദീപിന് പുറത്തിറങ്ങേണ്ടി വരുമോ? അല്ല, സന്ദീപ് വാര്യർ എന്താ പോയത്? തനിക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ കിട്ടുന്നു, തനിക്ക് വേണ്ട വിധത്തിൽ അംഗീകാരം കിട്ടുന്നു. ഇതാണ് സന്ദീപ് വാര്യരുടെ പ്രധാന ആക്ഷേപം, പ്രധാന ഒരു വിഷമം. ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് വാര്യർ ഞാൻ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു വാഗ്ദാനം നൽകിയിരിക്കും. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൽകുന്ന വാഗ്ദാനത്തിന് എത്രത്തോളം വിലയുണ്ടെന്നൊക്കെ നമ്മൾ കാലങ്ങളായി കാണുന്നതാണ്. ഇപ്പോൾ CPM ഒരാളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർ പറയുന്ന വാഗ്ദാനം കൃത്യമായി നിറവേറ്റും. ഇപ്പോൾ തന്നെ സരിൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കാവുന്ന ഒരു ഓഫറാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PK അനിൽകുമാർ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തെ ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാനോ മറ്റോ അതാ ഞാൻ പറയാം, ആ വാഗ്ദാനങ്ങൾ പാലിക്കും. ഇവിടെ എന്താ, ഈ സന്ദീപ് വാര്യർ പല കാര്യങ്ങളും തുറന്നു പറയുന്നതോടെ BJPയുടെ ഒരു പ്രതാപം നഷ്ടപ്പെടുത്തും, അല്ലെ BJPയുടെ ഒരു അപ്രമാദിത്വം ഇല്ലാതാക്കാം, ഇതൊക്കെയാണ് കോൺഗ്രസ് കരുതിയത്. ആ രീതിയിൽ പറയുന്നു, കോൺഗ്രസിലെ പുനഃസംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി എന്ന പദവി നൽകുന്നു. അപ്പോൾ ഇത്രയും നാൾ ആ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും ആ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയും ചെയ്ത പ്രവർത്തകരെ, നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി ഇന്നലെ വരെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുമ്പോൾ സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകരണം കിട്ടുന്നു, അല്ലെങ്കിൽ വലിയ പിന്തുണ കിട്ടുന്നു. അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കുള്ളിലും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ലേ? മാത്രമല്ല സന്ദീപ് വാര്യർ ഒട്ടുമിക്ക നേതാക്കളുടെ മുമ്പിൽ നിൽക്കുന്നു, അവരുമായി കൈകൊടുക്കുന്നു. ലീഗ് നേതാവിൻ്റെ ഇപ്പം പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദർശനം നടത്തും. ഇതൊക്കെ സന്ദർശനം നടത്തുമ്പോഴും ഈ കോൺഗ്രസ് അണികൾക്കുള്ളിൽ സ്വാഭാവികമായ ഒരു ഇഷ്ടക്കേട് സന്ദീപ് വാര്യരോടുണ്ട്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവ് വരുന്നതിനെ ആരെ താല്പര്യപ്പെട്ടത്? കോൺഗ്രസിലെ നേതൃത്വം, അല്ലേ? സന്ദീപ് വാര്യരോടൊപ്പം വലിയ അണികളുണ്ടെങ്കിൽ അവർ തങ്ങൾക്കൊപ്പം വന്നാൽ നേട്ടമാകുമെന്ന് കരുതുന്നു. സന്ദീപ് വാര്യർ സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് ഈ പാർട്ടിയിലേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ ഒരു സീറ്റ്. അപ്പോൾ കോൺഗ്രസിന് കുറച്ച് വേരോട്ടമുള്ള ഒരു മണ്ഡലം വേണം. അതായിരിക്കും സന്ദീപിന് നൽകിയ ഓഫർ. അതെന്തായിരിക്കും? ഒന്നുകിൽ പാലക്കാട്, അല്ലെങ്കിൽ ഒറ്റപ്പാലം, അല്ലേ? അതും അല്ലെങ്കിൽ ഷൊർണൂർ, ഈ മേഖലയിൽ ഒരു സീറ്റാണ്. എന്തായാലും ഇനി പാലക്കാട്ട് മത്സരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന രാഹുൽ അവിടെ വിജയിച്ച സീറ്റാണല്ലോ. അപ്പോൾ സിറ്റിംഗ് സീറ്റ് എന്നതിൽ അത് വിട്ടുകൊടുക്കില്ല. പിന്നെ ഒറ്റപ്പാലം, പിന്നെ ഈ ഷൊർണൂർ മേഖലകളിലാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് മുൻപ് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, KR നാരായണനൊക്കെ അവിടെ മത്സരിച്ച്. അപ്പോൾ അത്രയും സ്വാധീനമുള്ള സ്ഥലമാണ് കോൺഗ്രസിന്. ആ ഒരു മേഖലയിലേക്ക് സന്ദീപ് വാര്യർ എത്തിപ്പെടാനുള്ള ചരടുവലി നടത്തുമ്പോൾ തന്നെ കോൺഗ്രസിലെ നിലവിലെ ആളുകൾ പറയുകയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ സന്ദീപ് വാര്യർ കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ കേട്ടേ പറ്റുള്ളൂ. മാത്രവുമല്ല, സന്ദീപ് വാര്യർ എന്തിനാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ടത്? UDF മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഒരു നിർണായക ശക്തിയാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പോവില്ല. ഇവർ തമ്മിലൊരു സമവായം ഉണ്ടായേ പറ്റുള്ളൂ. അതായത് മലബാർ മേഖലയിൽ ഒരു UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് വിചാരിക്കണം, അല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇപ്പം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു. എന്തുകൊണ്ടാണ് ജയിച്ചതെന്നറിയോ? അവിടെ മൊത്തം മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലീഗിൻ്റെ കൊടി പാറിപ്പറക്കുകയും പിന്നീട് അത് പാകിസ്ഥാൻ്റെ പതാകയാന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം ഉണ്ടായത്. അത്രയും വലിയ വേരോട്ടമാണ് ലീഗിനുള്ളത്. അപ്പോൾ ആ ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും നേരിട്ട് പോയി കണ്ടപ്പോൾ അവർ സ്നേഹം പ്രകടിപ്പിക്കുകയും ഒപ്പം വന്നതിനെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ ലീഗ് പറയുകയാണ്, അങ്ങനെ സന്ദീപ് വാര്യർക്ക് വേണ്ടി വാദിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ സന്ദീപ് വാര്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളല്ല. തീർന്നില്ലേ? ഒരു UDFിലെ മുഖ്യ കക്ഷിയായ ലീഗ് പതിയെ പിൻവാങ്ങുന്നു. കോൺഗ്രസിലുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ UDFിൻ്റെ ഒരു മുന്നണി പോരാളി എന്ന് പറയുന്ന സുധാകരനാണ്. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം. അങ്ങനെ മാറുകയാണെങ്കിൽ VD സതീശന് പിന്തുണയുള്ള, VD സതീശനെ സഹായിക്കുന്ന ഒരാൾ പകരം KPCC പ്രസിഡന്റ് ആവണം. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പരാജയം ഉണ്ടാകുമെന്നും UDF അധികാരത്തിലെത്തുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയാകുന്ന ആരാണ്? VD സതീശൻ അതിനുള്ള കുപ്പായം തയ്ച്ചു വെച്ചേക്കുന്നു. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ തയ്ച്ചു വെച്ച കുപ്പായമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ സുധാകരനും ആകും. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മുരളീധരൻ എന്ന് പറയുന്ന ശക്തനായ ഒതുക്കപ്പെട്ട ഒരു നേതാവുണ്ട്. ഇവരെല്ലാം രംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നം തീർക്കുന്നതിൻ്റെ ഇടയിൽ സന്ദീപ് വാര്യർ വലിയൊരു കാര്യമാണോ? തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം BJPയിൽ ഒരു മുഖം സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കുറെ ആരാധകരുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ നടത്തി സന്ദീപ് വാര്യർ സെലിബ്രിറ്റിയെ പോലെ നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ പൊന്നാനിയിൽ പോയി, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ട് സന്ദീപ് വാര്യരെ വരവേൽക്കാനായി നേതൃത്വം വലിയ മുൻകൈ എടുക്കുന്നു. സന്ദീപ് വാര്യരെ ഞങ്ങൾ തഴഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ അണികൾക്കിടയിൽ സന്ദീപ് വാര്യർക്ക് ഒരു ഹീറോ പരിവേഷം കോൺഗ്രസിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നേതൃത്വം കൂടെ തിരിച്ചറിയുമ്പോൾ, കാരണം സന്ദീപ് വാര്യരെ ഇത്രയും വലിയ മൈലേജോടുകൂടി കൊണ്ടുവന്ന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ ഇത്രയും നാള് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ വെറും വിഡ്ഢികളാക്കുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകുമ്പോൾ അവർ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങും. ഇപ്പൊ ചാണ്ടി ഉമ്മനൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് സന്ദീപ് വാര്യരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരു അതൃപ്തി ഹൈക്കമാൻഡിന് കത്തായി പോയിട്ടുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർക്ക് രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ലീഗ് കൂടി എതിർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കും എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഈ KPCC ജനറൽ സെക്രട്ടറി കുപ്പായം തച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ. അവരെ ഒന്നുമല്ലാത്തവരാക്കിക്കൊണ്ട് BJPയിൽ നിന്ന് കടന്നു വന്ന BJPയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടെ കോൺഗ്രസിനെ ഏറ്റവും അധികം വിമർശിച്ച സന്ദീപ് വാര്യരെ കൊണ്ടുവന്നിരുത്തി ഈ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ BJPയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളൂ. RSSന്റെ ആശയങ്ങളെ ഇതുവരെ സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെ പറഞ്ഞ പോസ്റ്റുകളൊന്നും തന്റെ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിട്ട് പോലുമില്ല. അപ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴും മനസ്സുകൊണ്ട് സന്ദീപ് വാര്യർ ഒരു RSSകാരൻ അല്ലെങ്കിൽ RSSന്റെ ആശയങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. BJPയിലെ ഈ ഒരു കടിപിടികൾ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടികൾ അല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങൾ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിന്റെ പേരിൽ മാത്രമാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ RSSനെ ഇപ്പോഴും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന സന്ദീപ് വാര്യർ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം, അല്ലേ? അത് മാത്രമല്ല, ഈ കോൺഗ്രസിനുള്ള പ്രശ്നം എന്താ അറിയുക, കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പുകളുടെ ഒരു പാർട്ടിയാണ്. ഓരോ ഗ്രൂപ്പുകളുടെ പ്രതിനിധിയായിട്ടാണ് ഓരോരുത്തർ വരിക. ഇപ്പം രമേശ് ചെന്നിത്തല നിൽക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവും, അല്ല ഇപ്പുറത്ത് VD സതീശൻ നിൽക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവും, അപ്പൊ ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ ഒരു ഭാഗമാകാൻ ആരും തയ്യാറാകണം. ഈ പറയുന്ന സന്ദീപ് വാര്യരും തയ്യാറാണ്. ഇയാൾ സെലിബ്രിറ്റിയാണ്, നന്നായി സംസാരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പദവിയിലേക്ക് എത്തണമെങ്കിൽ ഇന്ന ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരാളെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലല്ലേ പറ്റുള്ളൂ. VD സതീശൻ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഭാഗമായേ പറ്റുള്ളൂ. രമേശ് ചെന്നിത്തലയും VD സതീശനെ എതിർക്കുന്ന മറ്റു ആൾക്കാരുണ്ടാവും, അവരൊരാളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ആനുപാതികമായി ഞങ്ങളുടെ ഗ്രൂപ്പിനും പ്രാതിനിധ്യം നൽകണം. അപ്പോൾ നിലവിൽ ഇത്രയും കാലമായി ആ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് വെള്ളം കോരി ആ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് അവർക്ക് വേണ്ടി സിന്ദാബാ വിളിച്ച് ഈ പറയുന്ന ജലപീരങ്കിയുടെ മുമ്പിൽ ധൈര്യമായി പോയി നിന്ന് എത്രയോ ആൾക്കാരില്ലേ, അവർക്കൊക്കെ സ്ഥാനം കൊടുക്കുമോ? ഇന്നലെ വന്ന സന്ദീപ് വാര്യർക്ക് സ്ഥാനം കൊടുക്കുമോ? അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഈ രീതിയിലുള്ള പിന്തുണ സന്ദീപ് വാര്യർ കിട്ടില്ല. പിന്നെ പാർട്ടിക്ക് ഒരു 100 അല്ലെങ്കിൽ 80 ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും. ഈ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാകാൻ സന്ദീപ് വാര്യർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരുന്നു, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നാട്ടിൽ പറയാം, ഞാനും കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ്, അതിനപ്പുറത്തേക്ക് എന്ത് പദവിയാണുള്ളത്? അപ്പോൾ പ്രത്യേകിച്ച് പദവിയൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് വെച്ചു. നിലവിൽ അവിടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റായിട്ടോ ഒക്കെ നിൽക്കുന്ന ജനകീയരായ മറ്റു നേതാക്കളുണ്ട്, അവരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. നാളെ ഈ വ്യക്തി തന്നെ പോയി റിബലായിട്ട് നിന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP നേതാവ് ഇന്നലെ വരെ കോൺഗ്രസിനെ ചീത്ത വിളിക്കുകയും പ്രിയങ്കയെയും രാഹുലിനെയും സോണിയെയും ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ഒരു നേതാവ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാർട്ടി മാറി. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് നല്ല പാർട്ടിയാണെന്നും നെഹ്റു നല്ല നേതാവാണെന്നും ഇന്ദിരാഗാന്ധി അതിനേക്കാൾ മികച്ച നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളത്തരമാണെന്ന് തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കും സാധിക്കും. ലീഗിനും കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിനെയും ലീഗിനെയും അനുകൂലിക്കുന്ന അണികൾ ഇവൻ അത്ര ശരിയല്ല. നമുക്കറിയാലോ, BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടായിരിക്കും പ്രധാന കാരണം മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ ഒന്നിച്ചു ചേരുകയും അവർ എല്ലായ്പ്പോഴും BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യും. സന്ദീപ് വാര്യർ ഇന്നലെ വരെ BJPക്കൊപ്പം നിന്നു, ഇന്നലെ വരെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് വേണ്ടി നാളെ മുസ്ലിം ലീഗുകാർ മുഴുവൻ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർ മുഴുവൻ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം നേതാക്കൾ പിന്തുണച്ചാൽ പോലും അണികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടാകും. ചിലത് പ്രകടിപ്പിക്കും, ചിലത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി അത്ര സുഖകരമൊന്നുമല്ല. കാരണം
ഇന്നലെ വരെ അവർ സന്ദീപ് വാര്യരെ പൊക്കിക്കൊണ്ട് നടന്ന എന്താണ്, ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അവിടെ BJPക്ക് ഉണ്ടാകുന്ന വോട്ട് അല്ലെങ്കിൽ അതൊന്ന് ചോർത്തി കളയണം എന്നുള്ള ചിന്തിച്ചാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ മാറി ചിന്തിക്കും. അതുകൊണ്ട് അടുത്ത തവണ UDFന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത് അവരുടെ മികവ് കൊണ്ടാണോ? ഒരിക്കലുമല്ല, ഇടതുപക്ഷത്തിന്റെ വീഴ്ച കൊണ്ടാണ്. ഇതേ കാര്യം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാം. അന്നേരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തരാന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ സ്വീകരിക്കില്ല. കാരണം BJP പോലൊരു പാർട്ടിയിൽ നിന്ന് വിട്ടിങ്ങോട്ട് വന്നതല്ലേ. അതുകൊണ്ട് ഒരു നിയമസഭാ സീറ്റ് തന്നെയാണ് ലക്ഷ്യം. ഈ നിയമസഭാ സീറ്റ് കൊടുത്താൽ അവിടെ ഉറപ്പായിട്ടും കോൺഗ്രസ് പാർട്ടി തോൽക്കുമെന്ന് നേതൃത്വം വിലയിരുത്തിയാൽ സന്ദീപിന്റെ അടുത്ത് പറയും ദേശീയ നേതൃത്വം അറിയിച്ചു, അല്ലെങ്കിൽ ACC പറഞ്ഞു നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കരുത്, അല്ലേ? അപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് സന്ദീപ് അല്ലെ തേരാപ്പാര നടക്കുവാണെങ്കിൽ ആരായിരിക്കും പൊട്ടിച്ചിരിക്കുന്നത്? CPM ചിരിക്കും, BJP ചിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും.